വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. ഗുജറാത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് കനത്ത പരാജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ചെന്നൈ സൂപ്പർ കിങ്സിന് തുടക്കം തന്നെ പിഴക്കുന്നതായിരുന്നു. ഗുജറാത്ത് ടൈറ്റാൻസിന്റെ ബൗളർമാരുടെ കൃത്യതയാർന്ന ബൗളിംഗ്. മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിൽ 5 പന്തുകളാണ് ഡോട്ടുകളായി മാറിയത്. അവസാന പന്തിലാണ് സഞ്ജു സാംസൺ സിംഗിൾ നേടുന്നത്. ക്യാപ്റ്റൻ ഗെയ്ക്വാദ് സ്ട്രൈക്കിലെത്തിയപ്പോൾ പതിവിന് വിപരീതമായി ബൗണ്ടറി നേടിക്കൊണ്ടാണ് തുടങ്ങിയത്. റബാദയുടെ ഓവറിൽ സഞ്ജു സാംസൺ പുറത്താകുന്നു. പിന്നീടെത്തിയ ഉർവിൽ പട്ടേൽ റബാദയ്ക്കെതിരെ ഒരു ബൗണ്ടറി നേടുന്നു. തൊട്ടടുത്ത പന്തിൽ അമിതാവേശം കാണിച്ച് ആ ഓവറിൽ തന്നെ ഉർവിൽ പട്ടേലിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. ഇമ്പാക്ട് പ്ലെയറായ സർഫറാസ് ഖാൻ 0 പുറത്താകുന്നു. ഡിവാൾഡ് ബ്രേവിസ് വെറും 2 റൺസ് എടുത്ത് പുറത്താകുന്നു. തുടരെ വിക്കറ്റ് വീഴ്ചയാണ് പിന്നെ ചെന്നൈ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും ക്യാപ്റ്റൻ ഒരറ്റത്ത് നങ്കൂരമിടാൻ നിർബന്ധിതനാകുന്ന കാഴ്ച. ഒരുപക്ഷെ ഇത്തവണത്തെ IPL-ൽ ക്യാപ്റ്റൻ ഗെയ്ക്വാദിന്റെ ഏറ്റവും ഒരു മികച്ച ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 60 പന്തിൽ 74 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ക്യാപ്റ്റന്റെ ആ ഒരു ഇന്നിങ്സിന്റെ മഹത്തരം എടുത്തു പറയേണ്ടതുണ്ട്. അതില്ലെങ്കിൽ ഒരുപക്ഷെ 100 റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്താകുമായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തരും ഒന്നിനൊന്നും മത്സരിച്ച് കൃത്യതയോടെ പന്തെറിഞ്ഞപ്പോൾ ചെന്നൈ ബാറ്റർമാർക്ക് മറുപടിയില്ലാതെ പോയി. 4 ഓവറിൽ വെറും 25 റൺസ് മാത്രം വിട്ടുകൊടുത്ത റബാദ 3 വിക്കറ്റ് നേടിയപ്പോൾ മുഹമ്മദ് സിറാജ് 4 ഓവറിൽ വെറും 23 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടി. അർഷദ് ഖാൻ 4 ഓവറിൽ 43 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും കരസ്ഥമാക്കി. ഇന്ന് ഗുജറാത്ത് ടൈറ്റാൻസിന്റെ ഫീൽഡർമാരുടെ പിഴവുകൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇതിനേക്കാൾ അതിദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത്തവണ പരിക്കുകൾ വളരെ അലട്ടിയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ പോലും നിലവിലുള്ള കളിക്കാർ അവരുടെ ഉത്തരവാദിത്തം എന്തെന്ന് മറന്നുപോകുന്ന കാഴ്ചകൾ ഗ്രൗണ്ടിൽ കാണുകയാണ്. ഉർവിൽ പട്ടേൽ ഔട്ടായ രീതി, സർഫറാസ് ഖാൻ ഔട്ടായ രീതി. സർഫറാസ് ഖാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി തുടക്കത്തിലൊക്കെ പ്രതീക്ഷ നൽകിയ താരമാണ്. 1-2 മത്സരങ്ങളിൽ ആ പ്രതീക്ഷയും അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിവാൾഡ് ബ്രേവിസ് ഈ IPL-ൽ മിന്നും താരമാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ആ യുവതാരം മൈതാനത്തിൽ കാഴ്ചവെക്കുന്നത്. 16.4 ഓവറിൽ ജോസ് ബട്ട്ലറുടെയും സായ് സുദർശന്റെയും ബാറ്റിംഗ് കരുത്തിൽ ഗുജറാത്ത് 8 വിക്കറ്റിന്റെ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ 5-ാമതെത്തുന്നു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 23 പന്തിൽ 33 റൺസ് എടുത്തു പുറത്തായി. നൂർ അഹമ്മദിന്റെ ഒരു വൈറ്റ് ബോളിൽ സഞ്ജു സാംസന്റെ സ്റ്റംപിങ്ങിലൂടെയായിരുന്നു ആ വിക്കറ്റ് നേടിയെടുത്തത്. 46 പന്തുകളിൽ 7 സിക്സിന്റെയും 4 ഫോറിന്റെയും അകമ്പടിയോടെ 87 റൺസ് എടുത്ത സായ് സുദർശനെ പുറത്താക്കിയത് അഖിൽ ഹുസൈൻ ആയിരുന്നു. സായ് സുദർശൻ പുറത്താകുന്ന സമയത്ത് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് വെറും 4 റൺസ് മാത്രമായിരുന്നു. ജോസ് ബട്ട്ലർ 30 പന്തിൽ 39 റൺസോടെ പുറത്താകാതെ നിന്നു. മുംബൈ ഇന്ത്യൻസിനെതിരെ മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൗളിംഗ് നിരയുടെ നിഴൽ മാത്രമായിരുന്നു ഇന്ന് ഗുജറാത്ത് ടൈറ്റാൻസിനെതിരെ കണ്ടത്. സഞ്ജു കളിച്ചില്ലെങ്കിൽ ചെന്നൈ ജയിക്കില്ല എന്നൊരവസ്ഥ സംജാതമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ മത്സരത്തോടെ നമുക്ക് വ്യക്തമാകുന്നത്. സഞ്ജു ഫോമിലെത്തിയ 3 മത്സരങ്ങൾ മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ജയിക്കാനായിട്ടുള്ളത്. ഒരു സഞ്ജുവിനെ മാത്രം ആശ്രയിച്ച് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ ഈ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധ്യമാകും? കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.